സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നല്ല ദിവസമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഓർത്തു, അവനിങ്ങനെയൊക്കെ സംസാരിക്കുക. ഇന്നലെ ഞായറാഴ്ചയാണ്. ഞാൻ പ്രാർത്ഥന സഭയിൽ പോയി അവിടെ സ്നാനമൊക്കെ ചെയ്ത് പേര് മാറ്റിയതാണ്. എൻ്റെ പേര് അമ്പാടി എന്നാണ്. പിന്നെ സെക്കൻഡ് നെയിം ശിവദാസ്. പിന്നെ മൂന്നാമത്തെ സ്ഥാനപ്പെട്ടപ്പോൾ വിജയ്, ബോൺ ടു വിജയിക്കാനും ജനിച്ചവൻ, വിക്ടറി വിജയ് എന്ന പേരിട്ടു. അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കർമ്മം ചെയ്യാൻ വേണ്ടി നമ്മളെ ഇവിടെ ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാനും എപ്പോഴും എവിടെ പോകുകയാണെങ്കിലും ദൈവത്തിനെ സ്തുതിച്ചിട്ടേ പോകാറുള്ളൂ സുഹൃത്തുക്കളെ. ദൈവമല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ വാക്കുകൾ വരുന്നില്ല. ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും കിടന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനെങ്കിലും ഞാൻ ഈശോമിശിഹായ ജീസസ് തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ 2 ബൈബിളുണ്ട്. പുതിയ നിയമവും പഴയ നിയമവും രണ്ടും കൂടി കലർത്തിയ ബുക്കാണ്. ഒരു കട്ടിയുള്ള കാർബൺ, ഒരു കറുത്ത ചട്ടയുള്ളൊരു ബുക്ക്. ഒരു മെറൂണല്ല, ഒരു കാപ്പി കളറിൽ പോലത്തെ ഒരു കറുപ്പ് കളറാകുന്നൊരു ബുക്ക്, കാക്കി പാൻറ് പോലത്തെ. എനിക്കിത്രേ പറയാനുള്ളൂ. നമ്മൾ പഠിക്കണം സുഹൃത്തുക്കളെ. കുട്ടികളായാലും മുതിർന്നവരായാലും ലേൺ ചെയ്യുക. അതേ ആകെയുള്ളൊരു സമ്പത്ത്. അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് വക കണ്ടെത്തി നമ്മുടെ കിതാബായ നോട്ട് പാഡ്, നമ്മുടെ മൊബൈലൊക്കെ ഉണ്ടാവില്ല, ഒപ്പം കറക്കി കുത്തണ പോലെ, മഷി നോക്കണ പോലത്തെ, മെറ്റിരിയിൽ ജാതകം നോക്കുന്ന ആരാണ് ഇന്നത് കാണണ്ടായെന്ന് നമ്മൾ പലതവണയും പോയി ജ്യോതിഷം നോക്കും. ഇപ്പം ഇൻ്റർനെറ്റാണ് ഒരു ആഴിക്കടൽ പോലെയാണ്, സമുദ്രം പോലെയാണ് അറിവ് കിട്ടുന്നത്. തപ്പിക്കൊണ്ടിരുന്ന പല അറിവുകളും പല ഭാഗത്തു നിന്ന് നമുക്ക് പേഷ്യൻ്റ് മാത്രം മതി. കേൾക്കാനൊരു മനസ്സുണ്ടെങ്കിൽ അവർ പറയുന്നതിൻ്റെ പൊരുളെന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓക്കെ ഗൈസ്, എൻ്റെ സമയം കഴിഞ്ഞു. ടൈം 2:55, 56, 3 മിനിറ്റേ ഉള്ളൂ. താങ്ക്സ് ഫോർ